വീണ്ടും ഒരു വിഷുക്കാലം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വിഷു ആശംസ പോസ്റ്റർ നിർമ്മിച്ചാലോ? അപ്പോൾ അതിനായി സഹായിക്കുന്ന ആപ്ലിക്കേഷനൊന്നും ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഫോണിലിരിക്കുന്ന ഫോട്ടോ എഡിറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് വിഷു ആശംസ പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ വീഡിയോ രണ്ട് തരത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം പറയുന്നത് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ അറിയുന്നവർക്ക് വളരെ ലളിതമായിട്ട് PNG ഫയൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വിഷു ആശംസ പോസ്റ്റർ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു തരാം. രണ്ടാമതായി അധികം ഫോട്ടോ എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വിഷു ആശംസ പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ വിഷു ആശംസ പോസ്റ്റർ നിർമ്മിക്കുന്നതെന്ന് വളരെ വിശദമായൊരു വീഡിയോ ആണ്. അറിയാത്തവർക്കുള്ള വീഡിയോ ആയതുകൊണ്ട് വീഡിയോ ലെങ്ത് ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ തിരക്കുള്ളവർ ആദ്യത്തെ ഓപ്ഷൻ മാത്രം കണ്ടാൽ മതി, തിരക്കില്ലാത്തവർ മാത്രം വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ഫോട്ടോ ഉപയോഗിച്ച് എങ്ങനെയാണ് വിഷു ആശംസ പോസ്റ്റർ നിർമ്മിക്കുന്നതെന്ന് വീഡിയോയിൽ കാണാം. വിഷു ആശംസ പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് ആദ്യം കുറച്ച് PNG ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകൾ എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്നും PNG ഫ്രെയിംസ് എന്നും പറഞ്ഞ് 2 ലിങ്കുകൾ കാണാം. നിങ്ങളുടെ ഫോണിൽ നല്ലൊരു ഫോട്ടോ എഡിറ്റർ ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പോലെ എഡിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ നല്ലൊരു ഫോട്ടോ എഡിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി തൊട്ട് താഴെ PNG ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിഷു ആശംസയുടെ ഒരുപാട് ഫ്രെയിംസ് ലഭിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക. ഇതിനകത്ത് നിരവധി വിഷു ആശംസയുടെ PNG ഫയലുകളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ് വേണ്ടത് ജസ്റ്റ് അത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അത് മുഴുവനായിട്ട് ലോഡാകാൻ കാത്തിരിക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PNG ഫയൽ ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വിഷു ആശംസ നിർമ്മിക്കാൻ സഹായിക്കുന്ന നിരവധി PNG ഫയലുകൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇനി വീഡിയോ തുടർന്ന് കാണണമെന്നില്ല. നിങ്ങൾക്ക് ആ PNG ഫയൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോ എഡിറ്ററിൽ വിഷു ആശംസ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പോലെയും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ട്യൂട്ടോറിയലാണിത്. വീഡിയോ ലെങ്തി ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ നടുവിലായിട്ട് നിങ്ങൾക്ക് ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ മുകളിൽ ഇടതുഭാഗത്തായിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ ആ ടെക്സ്റ്റ് അവിടെ പോകുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രം ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടത് ജസ്റ്റ് അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ താഴെയായിട്ട് ടിക്ക് മാർക്ക് കൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എഡിറ്ററിനകത്ത് ലഭിക്കുന്നതാണ്. ഈ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ കാണിച്ചത് പോലെയാണ് നിങ്ങൾ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയുടെ ലെയർ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് ഒരു പോയിന്റ് കാണാം. അതിൽ പിടിച്ച് വലിച്ചാൽ തന്നെ ഫോട്ടോ വലുതും ചെറുതും ഒക്കെ ആകുന്നതാണ്. ഇനി റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ ഇടതുഭാഗത്തുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്രെയിം വെക്കാൻ പാകത്തിന് ഫോട്ടോ വെച്ച് കൊടുക്കാം. നമ്മൾ ഏത് സൈഡാണ് വിഷു ആശംസ വെക്കുന്നത്, ഏത് സ്റ്റിക്കറാണ് തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് ഫോട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ബെറ്റർ ആദ്യം തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾ പരിപാടി കുറച്ച് എളുപ്പമാകും. ഇനി നിങ്ങൾ വീണ്ടും മുകളിലത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രം ഗാലറി എടുക്കുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് ഏത് വിഷു ആശംസയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടത് ജസ്റ്റ് അതൊന്ന് ഇതുപോലെ സെലക്ട് ചെയ്യുക. നേരത്തെ പോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ജസ്റ്റ് അത് നിങ്ങൾക്ക് സൈസും റൊട്ടേഷനും ഒക്കെ എങ്ങനെയാണ് വേണ്ടത് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ലളിതമായിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ ലെയറുകൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറിയിൽ നിന്ന് നമുക്ക് ഏതാണ് ഇതിലേക്ക് ആവശ്യം അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനൊരു PNG ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. എനിക്കിനി രണ്ടാമത്തത് കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരത്തെ അതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് എനിക്ക് ഏതാണ് ആവശ്യം അത് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണിക്കൊന്നയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് എനിക്ക് വേണമെന്ന രീതിയിൽ അതിൻ്റെ
സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ലെയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഈ വിഷു ആശംസയുടെ അടിയിലേക്കാണ് ഈ കൊന്നപ്പൂ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ മൂലയിൽ കൊണ്ടുവെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ വിഷു ആശംസ എന്നുള്ളത് പിന്നിലേക്കാണുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലെയർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ലെയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലതുഭാഗത്തൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചിത്രം എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലെയറുകളൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് ഒരു 8 ഡോട്ട്സ് കാണാം. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിഷു ആശംസകൾ ഞാൻ മുകളിലേക്ക് ആക്കുന്നത് കാണാം. ജസ്റ്റ് മുകളിലേക്ക് നീക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം വിഷു ആശംസ മുകളിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ക്ലിക്ക് ചെയ്ത അതേ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ പോയിക്കോളും. ഇതുപോലെ നമുക്ക് ലെയറിൻ്റെ മുകളിൽ മറ്റൊരു ലെയർ വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലെയർ അഡ്ജസ്റ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നിരവധി ഫീച്ചറുകളുണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടെക്സ്റ്റുകൾ ചേർക്കാനും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഓപ്ഷനും മുതൽ ഒരുപാട് ഫീച്ചർ ഇതിനകത്തുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ തന്നതല്ലാതെ നിങ്ങൾക്ക് വേറെയും PNG ഫയൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചിത്രത്തിന് എഡിറ്റിങ്ങിന് ആവശ്യമായ എന്താണ് വേണ്ടത് അത് ജസ്റ്റ് എഴുതിയിട്ട് ശേഷം PNG എന്ന് കൂടി ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ PNG ഫയലുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതും നിങ്ങൾക്ക് എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതൊന്ന് സേവ് ചെയ്യാനും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് സേവിൻ്റെ ബട്ടൺ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമാറ്റും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്തത് ഗാലറിയിലേക്ക് സേവ് ആയിക്കൊള്ളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതായതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.